മുഡ ഭൂമി ക്രമക്കേട് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയ്ക്ക് തിരിച്ചടി. സിദ്ധാരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ നൽകിയ അനുമതി കർണാടക ഹൈക്കോടതി ശരിവച്ചു. അസാധാരണ സന്ദർഭങ്ങളിൽ ഗവർണർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നിയമപരമായും രാഷ്ട്രീയമായും വലിയ തിരിച്ചടിയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയ്ക്ക് ഉണ്ടായത്. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ മൂഡയുടെ ഭൂമി ഭാര്യയ്ക്ക് ക്രമവിരുദ്ധമായി പതിച്ചു നൽകിയെന്ന കേസിലാണ് വിചാരണ ചെയ്യാൻ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയത്. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ചൂണ്ടിക്കാട്ടി സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ സിദ്ധരാമയ്യയുടെ വാദങ്ങൾ പൂർണ്ണമായും ഹൈക്കോടതി തള്ളി. മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടതെങ്കിലും അസാധാരണമായ സാഹചര്യത്തിൽ ഗവർണർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്ന് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. അത്തരമൊരു സാഹചര്യം ആണിതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇതോടെ കേസിൽ സിദ്ധരാമയ്യ വിചാരണ നേരിടേണ്ടി വരും. നിലവിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട BJPയും JDSും കർണാടകയിൽ സമരരംഗത്താണ്. കോൺഗ്രസ് സർക്കാരിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP ബംഗളൂരു മുതൽ മൈസൂരു വരെ ഒരാഴ്ചത്തെ പദയാത്രയും നടത്തിയിരുന്നു. കേരളത്തിൽ ഗവർണറെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന കോൺഗ്രസിന് കർണാടകയിലുണ്ടായ കോടതി വിധി ദേശീയതലത്തിൽ തന്നെ വലിയ തിരിച്ചടിയാണ്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സിദ്ധരാമയ്യ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചേക്കും. കൈരളി ന്യൂസ്, ദില്ലി.